പതിനായിരം വോട്ടല്ല, 5000 വോട്ട് കൂടുതൽ പിടിച്ചു. അവിടുത്തെ കൂടുതൽ വോട്ട് പിടിച്ചു. അതല്ല അതൊക്കെ നമ്മൾ നല്ല സ്ഥാനാർത്ഥിയാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് അവരവിടെ MP ആയിരുന്ന ആളല്ലേ, അവരവിടെ MP ആയിരുന്ന ആളാണ്. ചെറിയ പരാജയത്തിലാണ്. അല്ല, നമ്മളതാണോ പരാജയ കാരണം? ഞങ്ങൾ ജയിക്കുമെന്ന് കരുതിയ ഒരാളാണ് ഞാൻ പറയാം. എൻ്റെ കണക്ക് തെറ്റിയ സ്ഥലമാണ് ചേലക്കരയിൽ, ഞാനത് സമ്മതിച്ചല്ലോ. ഞാനൊരു 3000 വോട്ടിൻ്റെ വ്യത്യാസത്തിലെങ്കിലും ജയിക്കുമെന്ന് കരുതിയ ഇതാണ്. അവിടെ തോക്കാനിടയായ കാര്യം എന്താ? നല്ല വർക്ക്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, പാലക്കാടത്തേക്കാൾ നല്ല വർക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത് ചേലക്കരയിൽ. അതുപോലെ വർക്ക് ചെയ്താണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ജയിക്കാൻ പറ്റാതിരുന്നത് എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും. ഞാനിപ്പോഴേ കയറി പരിശോധിച്ച് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഞാൻ പറയുന്നത് ശരിയാണോ? ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുന്ന പോലെയാണ്. അദ്ദേഹം പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്യും, അതിൻ്റെ റിസൾട്ട് നേരത്തെ പറയുകയും ചെയ്യും. അങ്ങനെ ഞാൻ അന്വേഷണം നടത്താൻ പാടില്ല. അല്ല, അറിയില്ല, എനിക്കറിയില്ല ആർക്കാണ് പരാതി കൊടുത്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെ എൻ്റെ ഒരു പരാതി കിട്ടിയിട്ടില്ല. അല്ലല്ല, പ്രചരണത്തിലൊന്നും ഒരു വീഴ്ചയില്ല. പ്രചരണം ഞാനാണ് നേരിട്ട് നിയന്ത്രിച്ചത്. നേരിട്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ സഹായത്തോടുകൂടി KPCC പ്രസിഡന്റ് എൻ്റെ സാന്നിധ്യം, അതുപോലെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ കൊടിക്കുന്ന് സുരേഷ്, പിന്നെ MLA-മാർ MP-മാർ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ഞങ്ങൾ തന്നെ നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ഞാൻ പറഞ്ഞല്ലോ, പാലക്കാടിനേക്കാൾ ബെസ്റ്റായിരുന്നു. പാലക്കാടിനേക്കാൾ നന്നായിട്ട് പ്രചരണം നടത്തിയ സ്ഥലം. പ്രചരണം അല്ലല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ വീണ്ടും അത് തന്നെ ചോദിക്കും. ഉറപ്പായിട്ടും തൃശ്ശൂരത്തെ സംഘടനാ സംവിധാനത്തിലുള്ള പാളിച്ചകൾ, സംഘടനാ ദൗർബല്യങ്ങൾ മുഴുവൻ പരിഹരിച്ച് തൃശ്ശൂർ ഒരു 10-20 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു തൃശ്ശൂർ? UDF-ന്റെ കോട്ടയായിരുന്നു. ആ സ്ഥിതിയിലേക്ക് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് ആ തൃശ്ശൂർ ജില്ലയെ എത്തിക്കും. അല്ലല്ല, എല്ലാം പരിഹരിക്കപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം കൊണ്ട് തൃശ്ശൂർ ജില്ല 20 വർഷം മുമ്പ് അവിടുത്തെ UDF എന്തായിരുന്നു ആ സ്ഥിതിയിലേക്ക് ഒരു വർഷം കൊണ്ട് തൃശ്ശൂരിനെ മാറ്റും. ഇപ്പോൾ സംഘടനാ ദൗർബല്യവും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നത് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ടാണല്ലോ മാറ്റം എന്ന് പറയുന്നത്. അത് ചെയ്യും. നിങ്ങൾ ഒരു കൊല്ലം കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു തൃശ്ശൂർ വരുമ്പോൾ തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും സമ്മതിച്ചല്ലോ, അവിടുത്തെ ഭൂരിപക്ഷം കണ്ടില്ലേ. അതെല്ലാം അതിൻ്റെ ഘടകങ്ങളാണ്, ഒരുപാട് ഘടകങ്ങളാണ്. ഞങ്ങളെപ്പോഴും BJP-യിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ആൾ പോകും. അപ്പോൾ CPM എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും. BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആൾ വന്നപ്പോൾ ഏറ്റവും കൂട്ടക്കരച്ചിൽ എവിടെ നിന്നായിരുന്നു? BJP-യുടെ ക്യാമ്പിൽ നിന്നല്ലായിരുന്നു, കൂട്ടക്കരച്ചിൽ CPM-ൻ്റെ ക്യാമ്പിൽ നിന്നായിരുന്നു. എന്തൊരു സങ്കടമാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, BJP-ക്ക് വോട്ട് പറഞ്ഞപ്പോൾ എന്തൊരു വിഷമോ. ഈ പറയണതിന് നേരത്തെ എന്താ പറയുന്നത്? വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞു. ശരിയാണോ? അതായത് വടകര ഞങ്ങളെ ജയിപ്പിച്ച് പാലക്കാട് BJP-ക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഞങ്ങൾ വടകരയിൽ 1.25 ലക്ഷം വോട്ടിന് ജയിച്ചു, ഇവിടെ 18000 വോട്ടിന് ജയിച്ചു. അതെന്ത് ഡീല? അതൊക്കെ പറഞ്ഞവരതിൻ്റെ മറുപടി പറഞ്ഞിട്ട് പോകണം. മറുപടി വെറുതെ വഴിയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ട് പോരുത്. വടകര പാലക്കാട് ഡീലായിരുന്നു BJP-യും CPM കോൺഗ്രസും തമ്മിൽ എന്ന് പറഞ്ഞവർ അതിന് ഉത്തരം പറഞ്ഞിട്ട് പോകണം. അവരിൽ CPM-നെ അറിയായിരുന്നു 3-ാം സ്ഥാനത്താണ്. പിന്നെ CPM BJP-യെ ജയിപ്പിക്കാനാണെന്ന് ഞാൻ പറയില്ല, കോൺഗ്രസിനെ UDF-നെ തോൽപ്പിക്കാനാണ് നോക്കിയത്. എൻ്റെ അർത്ഥം BJP ജയിച്ചു വരുമെന്ന്. അതാണ് അവസാനം വരെ ശ്രമിച്ചത്. എന്തെങ്കിലും ഒരു അറ്റാക്ക് CPM നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് BJP-ക്കെതിരെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഞങ്ങൾക്കെതിരായിട്ട് കത്ത് വിവാദം ഉണ്ടാക്കി, റെയ്ഡ് വിവാദം ഉണ്ടാക്കി, പെട്ടി വിവാദം ഉണ്ടാക്കി, സ്പിരിറ്റ് വിവാദം ഉണ്ടാക്കി, സന്ദീപ് വാര്യർ വിവാദം ഉണ്ടാക്കി, പരസ്യ വിവാദം ഉണ്ടാക്കി. 6 കാര്യങ്ങളുണ്ടാക്കി. 6 കാര്യവും തിരിച്ചടിച്ചു. 6 കാര്യം ഉണ്ടാക്കിയത് ഞങ്ങൾക്കെതിരെയാണ്. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് 1-ാം സ്ഥാനത്ത് വരുന്ന ഞങ്ങൾക്കെതിരെയായിരുന്നു അറ്റാക്ക്. അത് ആരെ ജയിപ്പിക്കാനായിരുന്നു? ഞാൻ ഒക്കെ പറയുന്നത് തെളിവ് സഹിതമാണ്. വടകര പാലക്കാട് ഡീലെന്ന് പറയുന്ന തമാശ തന്നെ 7 നിലയിൽ ചീറ്റി വീണില്ലേ? പറയണം, വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞ മുഴുവൻ നേതാക്കന്മാരും മറുപടി പറയണം. അല്ല, ഞങ്ങൾ അൺകണ്ടീഷണലായിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഒരു കാര്യം ദേശീയ നേതൃത്വവും
KPCC പ്രസിഡന്റും ഞാനും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല, മുമ്പിൽ നിർത്തുമെന്ന്. അല്ല, അതൊന്നും അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തു. കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കണ്ട.